പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. അത് പരീക്ഷയിലെ തോൽവിയാകാം, ജോലി നഷ്ടപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു ബന്ധം തകർന്നതാകാം. ചിലർ ചെറിയൊരു തിരിച്ചടിയിലും തകർന്നു പോകും. പക്ഷേ ചിലരുണ്ട്, എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും വീണ്ടും നിവർന്നു നിൽക്കും. ഈ കഴിവിനെയാണ് റെസിലിയൻസ് അഥവാ അതിജീവന ശേഷി എന്ന് പറയുന്നത്. ഇത് ജന്മനാ ലഭിക്കുന്ന കഴിവല്ല, ആർക്കും വളർത്തിയെടുക്കാവുന്ന ഒരു മാനസിക കരുത്താണ്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഈ കഴിവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രവാസികളായ നമുക്ക് ഈ കഴിവ് എത്രത്തോളം പ്രാധാന്യമാണ് എന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. റെസിലിയൻസിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം ഒരു സ്പ്രിംഗ് ആണ്. നിങ്ങൾ അതിനെ എത്ര ശക്തിയായി അമർത്തിയാലും സമ്മർദ്ദം മാറുമ്പോൾ അത് വീണ്ടും പഴയ രൂപത്തിലേക്ക് തിരികെ വരും. ചിലപ്പോൾ അതിനേക്കാൾ കരുത്തോടെ. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വന്നാലും തളരാതെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള കഴിവിനെയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. ഇതിനർത്ഥം റെസിലിയൻസ് ഉള്ളവർക്ക് വേദനയോ ദുഃഖമോ ഇല്ല എന്നല്ല. അവർക്കും വിഷമമുണ്ടാകും. പക്ഷേ അവർ ആ വികാരങ്ങളിൽ കുടുങ്ങിപ്പോകാതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് റെസിലിയൻസ് എന്നത് പ്രശ്നങ്ങൾ ഇല്ലാതാക്കലല്ല, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ പഠിക്കലാണ്. ഈ റെസിലിയൻസ് അഥവാ അതിജീവന ശേഷി ഏറ്റവും അധികം വേണ്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ പ്രവാസികൾ. കാരണം നമ്മുടെ ജീവിതം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. നാട്ടിലെ പോലെ ഒരു വലിയ സാമൂഹിക വലയം നമുക്കിവിടെ ഉണ്ടാകില്ല. ദിവസവും നിരവധി അനിശ്ചിതത്വത്തിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. എണ്ണവില കുറയുമ്പോൾ അല്ലെങ്കിൽ കമ്പനി നഷ്ടം വരുമ്പോൾ ആദ്യം പിരിച്ചുവിടുന്നത് നമ്മളെപ്പോലുള്ള വിദേശ തൊഴിലാളികളെ ആയിരിക്കും. ഒരു രാത്രി കൊണ്ട് ജോലി നഷ്ടപ്പെട്ടേക്കാം, ശമ്പളം കുറയാം, ബിസിനസ് തകരാം. അതേപോലെ കുടുംബത്തിൽ നിന്നും അകന്നു നിൽക്കുന്നതിന്റെ ഏകാന്തത, ഹോം സിക്നസ്, നാട്ടിലെ പല പ്രശ്നങ്ങളിലും പങ്കെടുക്കാൻ കഴിയാത്ത അതിന്റെ നിസ്സഹായാവസ്ഥ. അതേപോലെ നിയമങ്ങൾ ഇവിടെ എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം. വിസയുടെ നിബന്ധനകൾ ശക്തമായേക്കാം. തൊഴിൽ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരാം. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ പ്രവാസികൾ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഓരോ വെല്ലുവിളികളെയും നേരിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് മാനസികമായ കരുത്ത് കൂടിയേ തീരൂ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു തിരിച്ചടിയിൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് റെസിലിയൻസ് ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് എന്ന് പറയുന്നത്. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് റെസിലിയൻസ് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബന്ധങ്ങൾ സ്ഥാപിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കുക. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക. നിങ്ങളുടെ ചുറ്റും നിങ്ങളെപ്പോലെ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ ഉണ്ടാവും. അതിനായിട്ട് നിങ്ങളുടെ നെറ്റ്വർക്ക് കണ്ടെത്തുക. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്ന, നിങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള കുടുംബാംഗങ്ങളുമായോ നാട്ടിലെയോ ഇവിടുത്തെയോ സുഹൃത്തുക്കളുമായോ നല്ല ബന്ധം സ്ഥാപിക്കുക. അത് മലയാളി അസോസിയേഷനുകളോ മതപരമായ കൂട്ടായ്മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോ ആരുമാകാം. അടുത്തതായിട്ട് സഹായം ചോദിക്കാൻ മടിക്കരുത്. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കരുത്. എനിക്കൊരു ജോലി വേണം, എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ പറയണം എന്ന് ചോദിക്കുന്നത് ഒരു കുറച്ചിലല്ല, അതൊരു ശക്തിയാണ്. നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കുമ്പോൾ അതിന്റെ ഭാരം കുറയും. അതേപോലെ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ സഹായിക്കുന്നതും നിങ്ങളുടെ മനസ്സിലെ റെസിലിയൻസ് വർദ്ധിപ്പിക്കും. അത് നിങ്ങൾക്കൊരു ലക്ഷ്യബോധം നൽകും. നിങ്ങൾക്കും മറ്റുള്ളവർക്ക് ഒരു താങ്ങാകാൻ കഴിയുമെന്നും ഇത് നിങ്ങളെ പഠിപ്പിക്കും. അടുത്തതായിട്ട് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് പതിവായിട്ട് സംസാരിക്കുക. ഒരു വീഡിയോ കോൾ, ഒരു ഫോൺ കോൾ, ഇവയെല്ലാം നിങ്ങൾക്ക് വലിയൊരു മാനസിക പിന്തുണ നൽകും. മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും വ്യക്തമാക്കാൻ സഹായിക്കും. റെസിലിയൻസ് വർദ്ധിപ്പിക്കാൻ അടുത്തതായിട്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ചിന്താരീതി മാറ്റുക എന്നുള്ളത്. ഒരു പ്രതിസന്ധിയെ നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞേക്കില്ല, പക്ഷേ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണത്തെ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റാൻ കഴിയും. നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് കാണുക. എന്റെ ജോലി പോയി, ഇനി എന്റെ ജീവിതം തീർന്നു എന്ന് കരുതുന്നതിന് പകരം ഓക്കെ, ഇതൊരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്, എനിക്ക് ഇതിലും നല്ലൊരു ജോലി കണ്ടെത്താൻ കഴിയും, അതല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പുതിയ സ്കില്ല് പഠിക്കാനുള്ള ഒരു അവസരമാണ് വന്നേക്കുന്നത്, എനിക്കല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് മാറാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുക. പ്രശ്നത്തെ എല്ലാത്തിന്റെയും അവസാനമായി കാണാതെ പുതിയ കാര്യങ്ങളുടെ തുടക്കങ്ങളായി കാണുക. അതേപോലെ കാര്യങ്ങളെ ശരിയായ കാഴ്ചപ്പാടിൽ കാണുക. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ഒരു 5 വർഷം കഴിയുമ്പോൾ ആ പ്രശ്നം ഇത്രത്തോളം വലുതായിരിക്കുമോ എന്ന് ചിന്തിക്കുക. ഒരു ജോലി നഷ്ടപ്പെട്ടാൽ അത് ലോകാവസാനമല്ല. ഒരുപക്ഷേ അത് ഇതിലും നല്ലൊരു ജോലിക്കുള്ള വഴിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു സൂചനയായിരിക്കും. അതേപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ചും ഓർക്കുക. എനിക്ക് ജോലിയില്ല എന്നതിന് പകരം എനിക്കിപ്പോ നല്ല ആരോഗ്യമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബമുണ്ട്, എന്നെ സഹായിക്കാൻ നല്ല സുഹൃത്തുക്കളുണ്ട്, എനിക്കൊരു റൂമുണ്ട്. ഈ ചിന്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകും. അതേപോലെ കഴിഞ്ഞകാല തെറ്റുകളിൽ നിന്നും പഠിക്കുക.
എന്തുകൊണ്ടാണ് എനിക്ക് ജോലി നഷ്ടപ്പെട്ടത്? എന്റെ ഭാഗത്ത് എന്താണ് തെറ്റ് പറ്റിയത്? എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്തണോ? പുതിയ ടെക്നോളജി പഠിക്കണോ? എന്ന് വിശകലനം ചെയ്യുക. ആ തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തവണ അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതേപോലെ നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സമയം കളയാതെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. റെസിലിയൻസ് വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളത്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അത് ചെറുതോ വലുതോ എന്തുമാവട്ടെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്റെ കുടുംബമാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അവർക്ക് വേണ്ടി ഞാൻ പിടിച്ചു നിന്നേ പറ്റൂ എന്ന് സ്വയം ഓർമ്മിക്കുക. അതേപോലെ നമുക്ക് വളരാൻ വേണ്ടി ഒരു പുതിയ സ്കില്ല് പഠിക്കുക, ഒരു പുതിയ ഭാഷ പഠിക്കാൻ തുടങ്ങുക. മറ്റൊരു മാർഗം നിങ്ങളുടെ ശരീരവും മാനസികവുമായ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഉറങ്ങുക. ടെൻഷൻ അടിച്ച് ഉറക്കം കളയാതെ ദിവസവും ഒരു 7-8 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറക്കമില്ലായ്മ നിങ്ങളുടെ റെസിലിയൻസിനെ കാര്യമായി ബാധിക്കും. നല്ല ഭക്ഷണം കഴിക്കുക. സ്ട്രെസ് കൂടുമ്പോൾ ആരോഗ്യപരമല്ലാത്ത ഭക്ഷണം കഴിക്കാനുള്ള പ്രവണത കൂടും. അതിനെ നിയന്ത്രിക്കുക. കഴിയുന്നത്ര വീട്ടിൽ തന്നെ പാചകം ചെയ്ത പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് ദിവസവും 30 മിനിറ്റ് നടക്കുന്നത് സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. റൂമിലോ അടുത്തുള്ള പാർക്കിലോ വ്യായാമം ചെയ്യാം. പിന്നീടുള്ളതാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കുക എന്നുള്ളത്. സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കുന്ന മൈൻഡ്ഫുൾനെസ്, ധ്യാനം പോലുള്ള കാര്യങ്ങൾ പരിശീലിക്കുക. ഓർക്കുക, നിങ്ങളുടെ ശരീരം ശക്തമാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ശക്തമായി. റെസിലിയൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കരോൾ ഡക്ക് ആണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ഇത് നിങ്ങളുടെ ചിന്താരീതി മാറ്റുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണ്. നമുക്ക് 2 രീതിയിലുള്ള മാനസികാവസ്ഥയുണ്ട്. ഒന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റ്. എന്റെ കഴിവും ബുദ്ധിയും ജന്മനാ ഉള്ളതാണ്, അതെനിക്ക് മാറ്റാൻ പറ്റില്ല, എനിക്കിത് കഴിയില്ല, എന്റെ ജോലി പോയാൽ ഞാൻ തീർന്നു എന്ന് വിശ്വസിക്കുന്നവർ. ഇവർ പരാജയങ്ങളെ ഭയക്കുന്നു, വെല്ലുവിളികളെ ഒഴിവാക്കുന്നു. രണ്ടാമതായിട്ടുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റ്. എന്റെ കഴിവുകളെ പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും എനിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എനിക്കിപ്പോൾ അറിയില്ലെങ്കിലും ശ്രമിച്ചാൽ എനിക്ക് പഠിക്കാൻ സാധിക്കും. ഈ പ്രശ്നം എന്നെ കൂടുതൽ ശക്തനാക്കും എന്ന് വിശ്വസിക്കുന്നവർ. ഇവർ പരാജയങ്ങളെ പഠിക്കാനുള്ള അവസരമായിട്ട് കാണുന്നു, വെല്ലുവിളികളെ ഇഷ്ടപ്പെടും. ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഞാനൊരു പരാജയമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഈ ശ്രമത്തിൽ പരാജയപ്പെട്ടു, അടുത്ത തവണ എനിക്ക് മെച്ചപ്പെടുത്താൻ കഴിയും എന്ന് ചിന്തിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ള ചിന്താമാറ്റം നിങ്ങളുടെ പ്രവാസ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങളെ പ്രാപ്തനാക്കും. ഈ റെസിലിയൻസ് എന്നത് വെറും പ്രതിസന്ധികളെ നേരിടുക മാത്രമല്ല, അതിൽ നിന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു മനോഭാവമാണ്. നിങ്ങളുടെ ദിനചര്യയിൽ ഈ കാര്യം ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ റെസിലിയൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ ദിവസം നടന്ന നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന 3 കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതുക. 2, വ്യായാമം. ദിവസവും 15-30 മിനിറ്റ് നടക്കുകയോ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുക. 3, ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ദിവസവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുമായിട്ട് സംസാരിക്കുക. അടുത്തതായിട്ട് ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നീടുള്ളതാണ് മൈൻഡ്ഫുൾനെസ്. ദിവസത്തിൽ 5 മുതൽ 10 മിനിറ്റ് വരെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. അടുത്തതായിട്ട് എപ്പോഴും ഒരു ലക്ഷ്യത്തെ ഓർക്കുക. നിങ്ങളുടെ വലിയ ലക്ഷ്യത്തെക്കുറിച്ച് ദിവസവും ഒരു തവണയെങ്കിലും ഓർക്കുക. അതേപോലെ സ്വയം ദയ കാണിക്കുക. നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായിട്ടും തെറ്റുകൾ വരും. അതിൽ സ്വയം കുറ്റപ്പെടുത്താതെ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് തിരുത്താൻ ശ്രമിക്കുക. ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു പുതിയ ന്യൂറൽ പാതകൾ നിർമ്മിക്കും. അത് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കുകയും ചെയ്യും. ഇതെല്ലാം ഒരുമിച്ച് തുടങ്ങണമെന്നില്ല. ഒരു സമയം ഒരു ശീലം മാത്രം തിരഞ്ഞെടുക്കുക, അതിൽ സ്ഥിരത പുലർത്തുക. അങ്ങനെ പതിയെ പതിയെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറും. സുഹൃത്തുക്കളെ, ഈ ജീവിതം എന്നത് വളരെയധികം പ്രതിസന്ധി നിറഞ്ഞതാണ്. അത് പലപ്പോഴും നമ്മളെ താഴെ ഇട്ടേക്കാം. പക്ഷേ അവിടെ കിടക്കണോ അതോ എഴുന്നേറ്റ് നിൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. റെസിലിയൻസ് എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കുന്ന ഒന്നല്ല. അതൊരു ചെറിയ ചെറിയ ശീലങ്ങളുടെയും ശരിയായ ചിന്താരീതിയിലൂടെയും നമ്മൾ പടുത്തുയർത്തുന്ന ഒരു മാനസിക കോട്ടയാണ്. ഓരോ വീഴ്ചയും നിങ്ങളെ ദുർബലനാക്കുകയല്ല, മറിച്ച് കൂടുതൽ കരുത്താക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രതിസന്ധിയെയും ഒരു പാഠമാണ്. ജപ്പാനിൽ പൊട്ടിയ പാത്രങ്ങൾ സ്വർണം കൊണ്ട് ഒട്ടിച്ചു വെക്കുന്ന ഒരു കലയുണ്ട്. അവർ വിശ്വസിക്കുന്നത് ആ പൊട്ടലുകളാണ് ആ പാത്രത്തെ കൂടുതൽ മനോഹാരിതയുള്ളതും മൂല്യമുള്ളതുമാക്കുന്നതെന്നാണ്. അതുപോലെ നിങ്ങളുടെ പ്രവാസ ജീവിതത്തിലെ മുറിവുകളും പരാജയങ്ങളും നിങ്ങളുടെ ബലഹീനതയല്ല, അത് നിങ്ങളുടെ ശക്തിയുടെയും അതിജീവനത്തിന്റെയും അടയാളങ്ങളാണ്. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.